الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر للمسلمين والمسلمات. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم يسر ولا تعسر. ഏറെയായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ എപ്പോഴും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുചരൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഫളലുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകൾ നമ്മുടെ ഹദീസിൽ പരിശോധിക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, ലോകത്തുള്ള സകല പ്രവാചകന്മാരും കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ഖലീഫയായിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. റസൂലിന്റെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അത് ജിബ്രീലിനോടും ജിബ്രീൽ മറ്റു മലക്കുകളോടും, മറ്റു മലക്കുകൾ അഹ്ലുസ്സമാഇനോടും, പിന്നെ ദുനിയാവിന്റെ ആളുകളോടൊക്കെ വിളിച്ചു പറയും, ഇന്നയാളെ ഇഷ്ടപ്പെടണം, കാരണം അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ മലക്കുകളുടെ സകല സ്വഹാബത്തിന്റെയും ഇഷ്ട കഥാപാത്രമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചത് ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകള് കൂടിയായ ആയിഷ ബീവിയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത്. റസൂൽ അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ആയിഷ ബീവിയെ കല്യാണം കഴിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയപ്പോൾ ഈ വിഷയം ജിബ്രീൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറെ സന്തോഷത്തോടു കൂടി, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്റെ മകളുടെ ഭർത്താവായി വരുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ സ്വീകരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റമിത്രം അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത് വലയങ്ങൾ എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ലജ്ജയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മലക്കുകൾ പോലും ഉസ്മാനിന്റെ മുന്നിൽ ലജ്ജിക്കുന്നുണ്ട്, നാണിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേനയായിരുന്നു. ഇസ്ലാമിന്റെ എക്കാലത്തെയും വലിയ ഉദാഹരണമായി കൊണ്ട് നമ്മൾ പറയാറുള്ള നമ്മുടെ ആവേശം കൂടിയായ ആഫ്രിക്കൻ വംശജനായിട്ടുള്ള ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേനയാണ്. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത് വലയങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത് വലയങ്ങളിൽ എല്ലാവരും മുഅ്മിനീങ്ങളായിരുന്നു എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അദീയ് ഇബ്നു ഹാത്തിം, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിൽ നിന്ന് പോവാൻ തയ്യാറായിരുന്നു. കാരണം മുസ്ലിങ്ങൾക്ക് മേലുള്ള
ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ ഒരുപാട് മുസ്ലിമീങ്ങൾ ഹിജ്റ പോയ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പോകാൻ തയ്യാറായി, നിൽക്കാൻ കഴിയൂല. കാരണം സുജൂദ് ചെയ്യാൻ പോലും സമ്മതം കിട്ടാതെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ തയ്യാറായ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തടയുന്നത് ഒരു അമുസ്ലിമായ മുശ്രിക്കായിരുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് ആ മുസ്ലിമായ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബൂബക്കറെ, ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ മക്കയിൽ നിന്ന് വിട്ടുപോകാൻ നേരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ നീ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്നത് അമുസ്ലിമായ ഒരു മുശ്രിക്കായ വ്യക്തിയാണ്. പറയുന്നത് അബൂബക്കർ താങ്കളെ പോലുള്ള ആളുകളോട് പോകാൻ പാടില്ല എന്ന് പറയും. മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം വെറുപ്പാണ് മുശ്രിക്കീങ്ങൾക്ക്. പക്ഷേ അബൂബക്കറിന്റെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് ഒരു അമുസ്ലിമായ അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു വ്യക്തി പോലും അബൂബക്കർ നിങ്ങൾ പോകേണ്ടവിടെ, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരിവിടെ വേണമെന്ന് പറഞ്ഞത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ആശങ്കകൾ മുന്നോട്ട് വെച്ചു. ആ സമയത്ത് മക്കയിൽ മുശ്രിക്കീങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു നിയമമുണ്ട്, അറബികളുടെ ഇടയിൽ. അറബികളിൽപ്പെട്ട ആരെങ്കിലും മറ്റൊരാൾക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ ഒരു നിലക്ക് ഉപദ്രവിക്കാൻ പാടില്ല. അയാളെ ഒരു നോട്ടം കൊണ്ട് പോലും, വാക്കുകൾ കൊണ്ടോ കൈ കൊണ്ടോ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല അഭയം നൽകപ്പെട്ട വ്യക്തികൾക്ക്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വ്യക്തി പറയാണ്, നിങ്ങൾ എന്റെ അഭയത്തിലാണ്, നിങ്ങളെ ഞാൻ നോക്കിക്കോളൂ, നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി, നിങ്ങൾ എന്റെ അഭയത്തിലാണ്, നിങ്ങളെ പോലത്തെ ആൾക്കാർ പോകാൻ പറ്റില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു സ്വഭാവത്തിന്റെ മഹിമയാണ് അവിടെ. ഒരാള് നിങ്ങൾ ഇവിടുന്ന് പോവരുത് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഔന്നിത്യം നമ്മൾ ആലോചിച്ചു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സുഹൃത്താവാൻ, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താവാൻ ഭാഗ്യം ലഭിച്ച എത്രയെത്ര മഹാന്മാരായ സ്വഹാബികളുടെ സുഹൃത്തുക്കൾ സ്വഹാബികളായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താരായ കഴിഞ്ഞാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താരെന്ന് വെച്ച് കഴിഞ്ഞാൽ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ നമുക്കറിയാം സ്വാലിഹീങ്ങളാണ്, സ്വഹാബത്താണ്, ഔലിയാക്കളാണ്. അവരുടെ ഒക്കെ സ്നേഹം എന്നുള്ളത് അൽ ഹുബ്ബു ഫില്ലാഹ് എന്നുള്ളതായിരുന്നു. അള്ളാന്റെ മാർഗത്തിൽ അവരങ്ങേയറ്റം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ മദ്രസകളിൽ പഠിച്ചൊരു കഥ ഉണ്ട്. മുഹാജിരീങ്ങൾ അൻസാരികളുടെ അടുക്കലേക്ക് മദീനയിലേക്ക് പോയൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വന്തം സ്വത്ത് പങ്കിട്ട് കൊടുക്കാൻ ഒരു 50 സെന്റ് ഉണ്ടെങ്കിൽ അതിൽ 25 സെന്റ് എന്റെ സുഹൃത്തായ മുഹാജിറിന് ഞാൻ നൽകുന്നു എന്ന ഈമാനിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കൊണ്ട് മുഹാജിറുകൾ മാറാൻ കാരണം അൽ ഹുബ്ബു ഫില്ലായിരുന്നു. അള്ളാന്റെ മാർഗത്തിൽ അവരെ സ്നേഹിച്ചു. സ്വന്തം കുടുംബക്കാർക്ക് രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ, അവരെ പരിഗണിക്കുന്നതിനേക്കാളും ഒരുപടി മുന്നിൽ ആദർശബന്ധം എന്ന ഒറ്റ കാരണത്താൽ അൻസാരികൾ മുഹാജിരീങ്ങളെ സ്നേഹിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആലോചിച്ചു, 1 ഏക്കറുള്ളവന് 50 സെന്റ്, 2 ഏക്കറുള്ളവർ 1 ഏക്കർ പകുതി കൊടുക്കുകയാണ്. ഒരു സ്നേഹമാണ്. അതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ തയ്യാറായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശക്തിയാർന്ന, ഉറപ്പുള്ള ഒരു അടയാളമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അൽ മുബാലത്തു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ഒരു ആദർശ ബന്ധം നമ്മൾ മലയാളത്തിൽ പറയും. അള്ളാന്റെ മാർഗത്തിൽ ബന്ധം സ്ഥാപിക്കുക. വൽ മുആദാതു ഫില്ലാഹ് അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ ആലോചിച്ചു, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ട്, അഥവാ എത്ര സൗഹൃദങ്ങൾ നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ ആദർശ ഗോതയിൽ, ആദർശ വീതിയിൽ, അള്ളാന്റെ മാർഗത്തിൽ ഇന്ന വ്യക്തിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്, അഥവാ നീ ഒരാളെ കാണുമ്പോൾ ഓൻ വല്ലാതെ ഇസ്ലാമിനെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞതുപോലെ നല്ല ഹുസ്നുൽ ഖുലുഖുള്ള, നല്ല സൽസ്വഭാവിയായ കുടുംബക്കാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും ഏറ്റവും നന്നായി പെരുമാറുന്ന, 5 നേരം നിസ്കരിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ കൽപ്പിക്കുന്ന, അങ്ങനെ ഇസ്ലാമിന്റെ നല്ലൊരു ഉദാഹരണമായിക്കൊണ്ട്, റോൾ മോഡൽ ആയിക്കൊണ്ട് മാറിയ ഒരു വ്യക്തിയോട് ഞാൻ നിന്നെ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ ആരെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാന്റെ ഒരു മാഷാഅല്ലാഹ് ഭയങ്കര, നമ്മളെ ഭാഷ പറഞ്ഞാല് ഓൻ ഭയങ്കര ഈമാനിയാണ്, ഓനെ പോലത്തെ ചെങ്ങായിമാരെ കിട്ടണം എന്നുള്ളതിൽ അൽ ഹുബ്ബു ഫില്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ്.
അള്ളാന്റെ മാർഗത്തിൽ ഒരാളെ സൗഹൃദാക്കുക, ഒരാളെ ചെങ്ങാതിയായി സ്വീകരിക്കുക, ഒരാളെ ചെങ്ങാത്ത സൃഷ്ടിക്കുക. ഒരു 10 ആളുകളെയെങ്കിലും വേണ്ട, ഒരു 5 ആളുകളെയെങ്കിലും ഇതെന്റെ ആദർശ രീതിയിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയ, എന്റെ ദീനീ മേഖലയിൽ, എന്റെ ദഅ്വാ മേഖലയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളായി എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരു തമാശ പറയുമ്പോ, ഒരു യാത്ര പോകുമ്പോൾ, ഒരു ടൂർ പോകുമ്പോ പോകുന്നത് ഈമാനുള്ള ആൾക്കാരെ പെരുന്നാലോചിച്ച് എത്ര വലിയ തൗഫീഖാണത്. എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് എല്ലാവർക്കും കിട്ടാത്തൊരു തൗഫീഖാണ്. എപ്പോഴും കളിചിരികൾ ഈമാനുള്ള ആൾക്കാരെ പെരും, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഈമാനുള്ള ആൾക്കാരെ പെരും, സൗഹൃദ യാത്രകൾ, ട്രിപ്പുകൾ എല്ലാം നല്ല ഈമാനുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം എന്ന് പറഞ്ഞാൽ അതെന്ത് വലിയ തൗഫീഖാണ്. അവരെ പറ്റിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചൊരു ഹദീസുണ്ട്, സബഅത്തുൻ, 7 ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കുന്ന, അങ്ങേയറ്റം ഭയാനകരമായ പരലോകത്ത് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും 7 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗത്തെ റസൂലുള്ള എടുത്തു പറയാ. ഈ 7 ആൾക്കാർക്ക് പരലോകത്ത് അല്ലാഹു തണലിട്ട് കൊടുക്കുന്ന, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അല്ലാഹു വിരിച്ചു തരുന്ന തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ അല്ലാഹു 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരിച്ചു കൊടുക്കുന്ന, അവരല്ലാത്ത ആളുകളൊക്കെ അന്നത്തെ കൊടുമ്പിരി കൊള്ളുന്ന ചൂടിന്റെ കാഠിന്യത്തിൽ വിയർത്തൊഴുകിപ്പോകുന്ന, വല്ലാതെ ബുദ്ധിമുട്ടുന്ന. നമ്മൾ ശരിക്കും പരലോകത്തിന്റെ ആ കാഠിന്യം, ആ ഭയാനകത പഠിച്ചാൽ പേടിച്ചു. ആ പരലോകത്തിന്റെ ഭയാനകത പഠിച്ചതിന് ശേഷം ഈ ഹദീസ് പഠിക്കുമ്പോണ്ടല്ലോ നമ്മൾ ഈ ഹദീസിനോട് ഒന്നുകൂടി ചേർന്ന് നിൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഹദീസിൽ ഇങ്ങനെ ഒരു 7 കാര്യങ്ങൾ എണ്ണുന്നുണ്ട്. ഈ വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി 7ഓളം ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നുണ്ട്. ഒന്നാമതായി കൊണ്ട് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായി ഖൽബ് ഇണക്കപ്പെട്ട വ്യക്തി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇബാദത്തിലായി കൊണ്ട് വളർന്ന യുവാവ് എന്നൊക്കെ എണ്ണിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വറജുലാനി, 2 വ്യക്തികൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു. അവരുടെ സൗഹൃദം ദീനിന്റെ മാർഗ്ഗത്തിലായിരുന്നു. ഈമാനിന്റെ പേരിൽ അവർ ഇന്നാലിന്ന വ്യക്തികളെ സ്നേഹിച്ചു. വറജുലാനി തഹബ്ബാ ഫില്ലാ, സൗഹൃദം ഈമാനിന്റെ പേരിലായിരുന്നു, അല്ലാഹുവിന് വേണ്ടിയായിരുന്നു അവരുടെ സൗഹൃദം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർക്ക് അല്ലാഹു അന്നത്തെ ദിവസം തണലിട്ട് കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമാണ് ഹദീസ്. ആ പരലോകത്തിന്റെ ഗൗരവം പഠിച്ച ഒരാള് ഈ ഹദീസ് കേട്ടാൽ കണ്ണും കൂട്ടി സ്വീകരിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിന്റെ മാധുര്യമായിക്കൊണ്ട്, ഈമാനിന്റെ അടയാളമായി കൊണ്ട് പറയുന്നുണ്ട്, അൽഹബ്ബു ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുക, അൽബുഗ്ദു ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദേഷ്യപ്പെടുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമത്തെ ഖലീഫയാണ്. ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന മഹാനായ ഉമവി ഖിലാഫത്തിലെ പ്രമുഖനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയുന്ന വല്ലാത്തൊരു വർത്താനുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃത്യമായ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു വർത്താനം. അദ്ദേഹം പറയാം, മാ വഅദനി അഹദുൻ അഹ്സന മിമ്മാ വഅദനി താഊസ്, താഊസിനേക്കാളും എന്നെ നന്നായി ഉപദേശിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്ന്. എന്താ താഊസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞത്? ഇസ്തഇൻ ബി അഹ്ലിൽ ഖൈർ, നീ അഹ്ലുൽ ഖൈറിനോട്, ഏറ്റവും നല്ല മനുഷ്യന്മാരോട് നീ സഹായം തേടുകയാണെങ്കിൽ, നീ ഒരു ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇസ്തഇൻ ബി അഹ്ലിൽ ഖൈർ, ഏറ്റവും നല്ല അഹ്ലുൽ ഖൈറിനോട്, ഏറ്റവും നല്ല ആളുകളോട് നീ സഹായം തേടുക. യകുൻ അമലുക ഖൈറൻ കുല്ലു, അങ്ങനെയാണെങ്കിൽ നിന്റെ അമലുകൾ മുഴുവനും ഖൈറായി മാറുമെന്ന് താഊസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വല തസ്തഇൻ, നീ സഹായം തേടരുത് ബി അഹ്ലി ശർ, ശർറിന്റെ ആളുകളോട്, തിന്മയുടെ ആളുകളുമായി കൊണ്ട് നീ സഹായം തേടരുത്. ഫയകുൻ അമലുക ശർറുൻ കുല്ലു, അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അമലുകൾ മുഴുവനും ശർറിലേക്ക് എത്തുന്ന. നമ്മൾ നല്ലൊരാളോട്, നമുക്ക് അങ്ങനെ ആളോട് തേടാൻ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അത് ഏത് സഹായിക്കോട്ടെ,
ഒരു കടം വാങ്ങൽ മുതൽ എന്ത് സഹായിക്കൊണ്ട് ജീവിതത്തിൽ നമ്മൾ നമുക്ക് നിർണായകമായി തോന്നുന്ന എന്ത് സാഹചര്യത്തിലും നമുക്കൊരു സഹായം ചോദിക്കാൻ ഒരു അഹ്ലുൽ ഖൈർ, നല്ല കുറച്ച് വിഭാഗം, കുറച്ച് സൗഹൃദങ്ങൾ, കുറച്ച് കൂട്ടുകെട്ടുകൾ നമ്മുടെ മുന്നിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നല്ലൊരു കൂട്ടുകെട്ടിനോടാണ് നമ്മളെ സഹായം തേടുന്നതെങ്കിൽ മഹാനായ തൗബൂസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു സ്വാധീനം ചെലുത്തുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഒരുപാട് ഖൈറുകൾ വിഭാവനം ചെയ്യാൻ കാരണമാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഹദീസുകൾ കേട്ടു പോകുമ്പോൾ, ഈ ആയത്തുകൾ ഇവിടെ നമ്മൾ കേട്ട് തിരിച്ച് ഇവിടുന്ന് മടങ്ങുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, പഠിച്ചോനെ അള്ളാന്റെ മാർഗത്തിൽ എനിക്ക് ഒരു കുറച്ച് കൂട്ടുകാരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് അങ്ങനത്തെ നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. അവരോട് കൂടി കഴിഞ്ഞാൽ അങ്ങനത്തെ ഈമാൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഒരു തമാശ പറയുമ്പോൾ പോലും നല്ല ഈമാനുള്ള ആൾക്കാരെ പേരും കൂടിക്കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്നറിയോ? അത് നമ്മുടെ ഈമാൻ പോലും വർദ്ധനക്ക് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പ്രാർത്ഥന പഠിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അന്നഹ ഖാലത് ലമാ റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തീബി നഫ്സ് യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി. റസൂലുള്ളാഹിയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, റസൂലേ ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ പ്രിയപത്നിയായ ആയിഷ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹ് ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. ആയിഷ ബീവി പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ ആയിഷക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണേ. എന്നിട്ട് ഒമാ തഖദ്ദമ മിൻ ദംബിഹാ, ആയിഷയുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കണേ. വമാ തഅഖർ, ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതും പുറത്തു കൊടുക്കണേ. വമാ അസ്റർ, രഹസ്യമായി കൊണ്ട് ചെയ്യപ്പെട്ട, വമാ അഅലൻ, പരസ്യമായി കൊണ്ടുവന്ന അബദ്ധങ്ങളൊക്കെ അല്ലാഹുവേ ആയിഷ ബീവിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആയിഷ ബീവി ഫളഹികത്, ആയിഷ ബീവി ഒന്ന് പുഞ്ചിരിച്ചു, ഒന്ന് ചിരിച്ചു എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടോ ഫളഹികത് ആയിഷ ഹത്താ സഖത റഅസഹാ ഫീ ഹിജ്രിഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലേക്ക് ഇങ്ങനെ ചിരിച്ചിങ്ങനെ വീഴുക എന്നറിയില്ലേ, അങ്ങനെ ചിരിച്ചു വീണു ആയിഷ ബീവി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിച്ചു, അയസുറുക ദുആഇ, എന്റെ ദുആ, നിനക്ക് വേണ്ടിയുള്ള ദുആ നിന്നെ സന്തോഷപ്പെടുത്തുന്നുണ്ടോ ആയിഷ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവി കൊടുത്തൊരു വല്ലാത്തൊരു മറുപടി ഉണ്ട്. വമാലി ലാ യസുറുനി ദുആ, പ്രവാചകരെ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥന എങ്ങനെ എന്നെ സന്തോഷപ്പെടുത്താതിരിക്കുമെന്ന് ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, റസൂൽ നിങ്ങളെ പ്രാർത്ഥന എങ്ങനെ എന്നെ സന്തോഷപ്പെടുത്താണ്ടിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയാണെന്ന്. ഒരാള് നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാള് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുമ്പോ, നമുക്ക് വേണ്ടി ഒരാൾ നടത്തുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള്, ഒന്നും വേണ്ട നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ കേട്ടാൽ ശരിക്കും എത്ര സന്തോഷം ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും. അതേപോലെ ആയിഷ ബീവിക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചപ്പോൾ ആയിഷ ബീവി അങ്ങേയറ്റം സന്തോഷിച്ചു എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു പാഠം എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ധാരാളമായി കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഉമ്മാക്ക്, ഭാര്യക്ക്, മക്കൾക്ക്, സൗഹൃദങ്ങൾക്ക്, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ മാതൃകപ്പെട്ടതാണ്. റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസിൽ കാണാം, ദുആഉൽ മുസ്തജാബ്, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയായിട്ട് റസൂലുള്ളാഹി പറയാ, ഒരു നമ്മുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ അവരുടെ അഭാവത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുമെന്നുള്ളതാണ്. നമ്മളിപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ഇല്ല, ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവേ അവർക്ക് ഇന്നാലിന്ന പ്രതിഫലം നീ കൊടുക്കണേ, അവർക്ക് സ്വർഗം കൊടുക്കണേ, അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് നമ്മുടെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരായിക്കോട്ടെ അവർക്ക് വേണ്ടി അവരില്ലാത്തപ്പോൾ അവരുടെ അഭാവത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ദുആഉൽ മുസ്തജാബ്, ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാണ് ശരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ.
ആത്മാർത്ഥമായി നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മക്കളൊക്കെ സ്വാലിഹായ മക്കളാവണമെന്നും കുടുംബക്ക് ഏറ്റവും നന്നായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കച്ചവടത്തിൽ വറക്കത്ത് വേണം, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പണം കൊടുത്ത് സഹായിക്കാറുണ്ട്. അങ്ങനെ വിവിധ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന്റെ വിവിധ രൂപങ്ങൾ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ നമ്മൾ ഒരാളെ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രകടിപ്പിച്ചാലും ദുആ എന്നൊരു കൃത്യമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് അറിയൊന്നും വേണ്ട. ഇപ്പൊ നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ, നമ്മൾക്കറിയാം പക്ഷെ നമ്മളറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഒരു മുസ്ലിം പണ്ഡിതനെ നമുക്ക് പരിചയമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ പരിചയമില്ല, നമ്മൾ കേട്ട് ശീലമുണ്ട്. എന്നാലും ഒരു പണ്ഡിതൻ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിലെ രാജാവിന് വേണ്ടി അദ്ദേഹം നമ്മൾ നല്ല നിർഭയത്വത്തോടുകൂടി അന്നോടുകൂടി ഈ ബഹ്റൈനിൽ നമുക്ക് ജീവിക്കാൻ അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും പറ്റിപ്പോയൊരു അബദ്ധം എന്താ വെച്ചാൽ ഒരുപാട് കുറ്റം പറയാൻ നമുക്കറിയാം, പക്ഷെ നന്മ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് കുറവാണ് എന്നുള്ളതാണ്. ആരൊക്കെ എന്തൊക്കെ തിന്മ ചെയ്തോട്ടെ അത് നമ്മൾ നോക്കണ്ട എന്നല്ല, നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിക്കൊണ്ട് അവനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിനപ്പുറം അള്ളാഹു ഓനക്ക് അറിയാത്തോണ്ടേക്കും ഓനക്ക് ഈ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും ശീലിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. മൂന്നാമതായിക്കൊണ്ട് ഏറെ പ്രധാനമായ മുസ്ലിം സമുദായത്തിൽ ഏറെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ആളുകളെ കുറിച്ച് നല്ലത് ചിന്തിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമുക്ക് പാരായണം ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ആൾക്കാരെ, വിശ്വസിച്ച ആളുകളെ, ഇജ്തനിബു കസീറൻ മിനൽ, ഭൂരിഭാഗം വരുന്ന ലന്നുകൾ, ഊഹാപോഹങ്ങൾ, ചിന്തകൾ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചില്ല. ഈ ആയത്തിന്റെ ചുവടെ മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു അസറുണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തളുന്ന, നീ ചിന്തിക്കല്ലേ, ലാ തളുന്ന, നീ ചിന്തിച്ചു പോവരുത്. എങ്ങനെ? ബികലിമത്തിൻ ഖറജത് മിൻ അഖീക, നിന്റെ സഹോദരന്റെ നാവിൽ നിന്ന് വരുന്ന ഒരു കലിമത്ത്, ഒരു വാക്ക് കാരണത്താൽ നീ അവരെ കുറിച്ചൊരു മോശം വിചാരിക്കല്ലേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരിക്കുന്നു. എന്താ ഉമർ പറഞ്ഞതിന്റെ ഉദ്ദേശം? നിന്റെ സഹോദരൻ പറയുന്ന ഒരു വാക്ക് കാരണത്താൽ അവനെ നീ പെട്ടെന്ന് അവന്റെ വർത്താനം കേട്ടിട്ട് അതങ്ങ് അളന്നിട്ട് അവനെ പറ്റി മോശം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആളുകളെ കുറിച്ച് നീ മോശമായിക്കൊണ്ട് ഹുസ്നുല്ലന്റെ നേരെ മറുവശം മോശമായി ചിന്തിക്കല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് പറയാ, ആ വാചകങ്ങൾക്ക്, സുഹൃത്ത് പറയുന്ന വാചകങ്ങൾക്ക് ഹൈറിനും നമുക്ക് ചിന്തിക്കാൻ പറ്റും, തെറ്റായിക്കൊണ്ടും ചിന്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഹൈറിന് മുൻഗണന കൊടുക്കുകയാണ്. അഥവാ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ആൾക്കാരെ പറ്റി മോശം ചിന്തിച്ചടേ. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ഥിരീകരണം പോലും നടത്താതെ മഹാന്മാരെ പണ്ഡിതന്മാര് അവരുടെ ഹുസ്നുല്ലന്നി എന്ന വിഷയത്തിൽ എടുക്കുന്ന ക്ലാസ്സുകളിൽ കാണാൻ സാധിക്കും. ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ പറ്റി ഏറ്റവും കുറഞ്ഞത് 70 പ്രാവശ്യം നന്മ വിചാരിക്കാൻ പറ്റണം. 70 ഇളവുകൾ അദ്ദേഹത്തിന് നൽകാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കണം. എങ്ങനെ? ഒരാൾ ഒരു തെറ്റ് ചെയ്തു, നമ്മുടെ സഹോദരൻ, നമുക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ, അയാളെ പറ്റി നല്ല എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ തിന്മയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഉദാഹരണം, ഒരാൾ തിന്മ ചെയ്തു, അപ്പൊ നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവൻ മറന്നുകൊണ്ടാവാം, അശ്രദ്ധയിലാവും. ഇങ്ങനെ ഒരാളെ കുറിച്ച്, അത് ആരായിക്കോട്ടെ, നമ്മുടെ മുസ്ലിമായ ഏത് സഹോദരനായിക്കോട്ടെ, അവരൊരാൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓനെന്താ ഇങ്ങനെ, ഓനൊരു മോശപ്പെട്ടവന് എന്നൊരു മുൻവിധി കുറെ ആൾക്കാർക്കുണ്ട്. നമ്മളെ ആൾക്കാർക്കിടയിലുള്ള ഒരു സ്നേഹം ഇല്ലാതെ പോകാനുള്ള കാരണം പല ആൾക്കാരെ കുറിച്ചുള്ള മുൻവിധിയാണ്, മുൻവിചാരണ. എന്തെങ്കിലും ആൾക്കാരിൽ കാണുമ്പോ ഓനെ നമ്മൾ മാർക്കിടുക എന്ന് പറയും, അല്ലെങ്കിൽ അളന്നാടിയാന്ന് പറയും. അത് ഭയങ്കര അപകടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവമാണ്. റസൂലുള്ളാഹിന്റെ ചരിത്രം ഇങ്ങനെ കേട്ടപ്പോ അതിൽ കേട്ടൊരു കഥയാണ്, റസൂലുള്ളാഹിക്ക് ആരുടെയും കുറ്റം കേൾക്കുന്ന ഇഷ്ടമില്ല. കാരണം എന്താ പറയുക, അത് ഉള്ളതായിക്കോട്ടെ, എന്നാലും റസൂലുള്ളാഹിക്ക് ഒരാൾ കംപ്ലൈന്റ് കേൾക്കുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. എന്നാലും വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട റസൂല് എന്ന് ഒരു കംപ്ലൈന്റ് റസൂലുള്ളാഹിക്ക് കേൾക്കുന്ന ഇഷ്ടമില്ല. കാരണം എന്താ അറിയോ, അയാളെ പറ്റി പിന്നെ മോശം ചിന്തിച്ചു പോയാലെന്ന് ആലോചിച്ചിട്ട്. അത്രയും ഗൗരവത്തിൽ റസൂലുള്ളാഹി കണ്ട ആ റസൂലുള്ളാഹിന്റെ സ്വഭാവം ആലോചിച്ചു. നമ്മൾ ബാക്കിയെല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കും. നിസ്കാരಕ್ಕೆ 5 നേരം നിസ്കരിക്കുന്നവനേക്കും, ദുആ ചെയ്യുന്ന ആളുകളേക്കും, നിസ്കാരത്തെ വരെ ഉണ്ടാവും, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കും.
സുന്നത്തുകളുടെ കാര്യത്തിലൊക്കെ മുൻപന്തിയിലായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും പിന്നോട്ടാണ് എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലുള്ള ആളുകളായിരിക്കും നമ്മൾ. ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നമ്മുടെയൊക്കെ മനസ്സിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിലൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം സൂഹുവൻ. നമുക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളോട് ഒരിക്കലും ആരെങ്കിലും ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ പറ്റി നല്ല ചിന്തിക്കാൻ തോന്നുന്നില്ല. എത്ര മോശമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. റസൂലെ നിങ്ങൾ സാഹിറാണ്, നിങ്ങൾ മാരണക്കാരനാണ്. റസൂൽ തന്റെ ഭാര്യനെ, സ്വന്തം ഭാര്യനെ വ്യഭിചാരിയാണ് ആ ഭാര്യ എന്ന് വരെ പറഞ്ഞിട്ട് പോലും റസൂൽ അങ്ങനത്തെ ആൾക്കാർക്ക് വരെ റസൂലിനെ പുറത്തെടുത്തിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അംഗമാണ് എന്ന് അഭിമാന പുരസരം പറയുന്ന നമ്മളിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങനെയുള്ള വിട്ടുവീഴ്ചയുടെ ചിന്തകൾ കടന്നു വന്നില്ല എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല ചിന്തിക്കുക ആൾക്കാരെ പറ്റി. എന്താ ചെലവ് നല്ല എന്തിച്ചാൽ കൂലി കിട്ടൂലേ, ചീത്ത എന്തിച്ചാൽ കുറ്റം കിട്ടൂലേ. അതൊക്കെ ഈ ദുശ്ചിന്തകൾ മുഴുവൻ വരെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളത് വേഗം വിധിച്ചാടും അവനെ പറ്റി. അങ്ങനെ എന്തായാലും ഓൻ പറഞ്ഞല്ലേ, എന്തായാലും അത് അങ്ങനെ വരുള്ളൂ, ഓൻ ചെയ്തതല്ലേ അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്നിങ്ങനെ നമ്മൾ കുറെ വർത്താനങ്ങൾ പറഞ്ഞാടെ. അങ്ങനെ അല്ലെങ്കിലോ ഓനോട് പൊരുത്തപ്പെടിക്കാൻ കഴിയും. നമ്മൾ ചിന്തിച്ചതിന്റെ പേരിൽ ഞാൻ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിട്ട് ഓരോ മുഖത്ത് നോക്കിയുമ്പോൾ പറയാൻ കഴിയില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഗൗരവത്തിൽ നമ്മൾ ആ വിഷയം ചിന്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം നമ്മുടെ മനസ്സിലുണ്ടാവണം. അഥവാ നിന്റെ സുഹൃത്തിന്റെ നാവിൽ നിന്നൊരു വാക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നീ അവനെ വിധിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞതറിയോ? ലൗകാന ബഅദി നബിയുൻ, എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടെങ്കിൽ ലഖാന ഉമർ, അത് ഉമർ ആയിരിക്കും എന്ന് അത്രയും ശ്രേഷ്ഠനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. നല്ല വിചാരിക്കുക ആൾക്കാരെ പറ്റി. ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം. കുറച്ച് ചില്ലറ പണിയൊന്നല്ല കൊണ്ടുവരാൻ. ആൾക്കാരെ പറ്റിയൊക്കെ നല്ല ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഈമാൻ പോരാ. അതിന് ആദ്യം നമ്മുടെ മനസ്സിൽ ഒന്ന് കടിഞ്ഞാണിടണം. ഇങ്ങനെ ചിന്തിക്കുള്ളൂ തോന്നിക്കഴിഞ്ഞാൽ മനസ്സിനങ്ങ് വേറെ എന്തെങ്കിലും തിരക്കിലാക്കി കളയും. അങ്ങനെ ആ ഒരു സ്വഭാവം, നല്ലത് ചിന്തിക്കുക, എല്ലാവരെ പറ്റി നല്ലത് ചിന്തിക്കുക എന്ന ഒരു സൽസ്വഭാവം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിലാണ് ഹൈർ, അതിലേ ഹൈറുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരും. നമ്മുടെ അമലുകൾ പലപ്പോഴും നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ കുറച്ച് അമലുകൾ നമുക്കൊക്കെ അറിയാം. ആ അമലൊക്കെ നമ്മൾ പരലോകത്ത് വേറെ കൊടുക്കുന്ന. എങ്ങനെ കൊടുക്കും? നമ്മൾ ഓർക്ക് കുറെ കടം കൊടുക്കാനുണ്ടാവും. പണം കൊണ്ടല്ല, നമ്മുടെ വാക്കുകൾ, പൊരുത്തപ്പെടിക്കാത്ത ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. ഈ മോശം ചിന്തിച്ചാൽ ഒരാളെ പറ്റി നമ്മൾ മോശം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചിന്തയിൽ മാത്രം ഒതുങ്ങൂല, അവനോടുള്ള പെരുമാറ്റത്തിൽ മോശം വരും, അവനോടുള്ള സംസാരത്തിൽ, ഇടപാടിലൊക്കെ മോശം വരും എന്നുള്ളത് അത് സത്യമാണ്. അവനോട് പിന്നെ പൊരുത്തപ്പെടിക്കാൻ പോലും തോന്നൂല. പിന്നെ പരലോകത്തിൽ ഗതിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഓനക്ക് കൊടുക്കേണ്ടി വരും. ഓൻ ചിലപ്പോൾ എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും നമ്മുടെ അമലോട് ചിലപ്പോൾ സ്വർഗത്തിൽ പോകും. അങ്ങനെ ഉണ്ടാകാൻ സമയക്കരുത് നമ്മളെ. അതുകൊണ്ട് ആ വിഷയം നമ്മൾ എന്താക്കുക, ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നാലാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവം, നമ്മളിൽ പലപ്പോഴും അന്യപ്പെട്ടു പോയൊരു സ്വഭാവമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്, സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുക, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തിനെ കുറിച്ച് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സഹായകരമാവുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി തരുന്നു. ഈ ഒരു കൊല്ലം നമ്മൾ എടുക്കുക, ഈ ഒരു കൊല്ലത്തിൽ ഒരു വട്ടെങ്കിലും ഖബർ സിയാറത്ത് ചെയ്ത് എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് കൈവക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപത്നി ആയിഷ ബീവി പറയുകയാണ്, കാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലമാ കാന ലൈലതുഹാ, റസൂലുള്ളാഹി തന്റെ അദ്ദേഹത്തിന്റെ രാത്രികളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ശീലമാണ്, യഖ്റുജു മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാന ഭാഗത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്, രാത്രി ഏകദേശം സുബഹിന്റെ സമയത്തായിക്കൊണ്ട് വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി എന്താക്കുമായിരുന്നു, യഖ്റുജു ഇലാ ബഖീഉൽ അർഖദ് എന്ന, നമുക്കൊക്കെ ഹജ്ജിനും പുറത്ത് പോയാൽ കാണാൻ സാധിക്കും, ബഖീഉൽ അർഖദിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിനായി പോകുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറയും, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ, ഇവിടെ കിടക്കുന്ന ഖബർസ്ഥരായ ആളുകളെ നിങ്ങൾക്ക് സലാം, വഅതാകും മാ തുഅദുൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നിട്ടുണ്ട് ട്ടോ, അദൻ മുഅജ്ജലൂൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പറയുന്ന ഒരു സലാമാണ്. അതിന്റെ ആശയം എന്താ? റസൂൽ പറയാ,
നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നാ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുണ്ട്, ഞങ്ങളും എത്തും. ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്കും ഞങ്ങളും വന്നു ചേരും. അല്ലാഹുമ്മഗ്ഫിർലി അഹ്ലി ബഖീഉൽ അർഖദ്, അല്ലാഹുവേ ബഖീഉൽ അർഖദിലെ ഈ ഖബറിൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. റസൂലുള്ളാഹിയെ പറ്റി മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, മറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖുബൂരിൻ ബിൽ മദീന, റസൂൽ മദീനയിൽ ഒരു ഖബർസ്ഥാന്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. എന്നിട്ട് ഫഅഖബല അലൈഹിം ബിവജ്ഹിഹി, ആ ഖബർസ്ഥാനിലേക്ക് റസൂൽ അങ്ങനെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലൽ ഖുബൂർ, ഖബറിൽ വസിക്കുന്ന ആളുകളെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സലാമുണ്ട്. യഗ്ഫിറുല്ലാഹു ലനാ, അല്ലാഹ് നമുക്കും വയഗ്ഫിർ ലക്കും, നിങ്ങൾക്കും പുറത്തു തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ വല്ലാത്തൊരു വർത്താനുണ്ട്, അൻതും സലഫുന, നിങ്ങൾ ഈ ഖബറിൽ കിടക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളാണ്. വനഹ്നുൽ അസർ വനഹ്നു ബിൽ അസർ, ഞങ്ങൾ വൈകാതെ നിങ്ങളുടെ പിന്തുടർച്ചക്കാരായി കൊണ്ട് കടന്നു വരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ അങ്ങനെ പറയുന്നത്. ഈ സലാം പറയുന്നത് നമ്മളൊക്കെ ഈ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും അഹ്ലൽ ഖുബൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അതിന്റെ അവസാനത്തെ ഭാഗം ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ കൽബിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വർത്താനാണ്. നമ്മളൊക്കെ കേട്ടൊരു കഥയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നു. ഖബർ കാണുമ്പോൾ കരയണമെങ്കിൽ ഖബർ സിയാറത്ത് നടത്തണമല്ലോ. നമ്മൾ ശരിക്കും ഉണ്ടാവും മരണം എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈമാൻ അങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു പരാതി നമ്മളൊക്കെ പറയാറുണ്ട്. എത്ര കഞ്ചേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈമാൻ കുറഞ്ഞു പോകുന്ന വെച്ചാൽ കുറയും, നമുക്കൊക്കെ കുറയാറില്ലേ? അത് പുതുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബർ സന്ദർശിക്കുക. മഹാനായ ഉസ്മാൻ അൽ ഖമീസ് ഹഫിളഹു ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ. അദ്ദേഹം ഈ ഹദീസ് ഈ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നിടത്ത് അദ്ദേഹം പറയാണ്, ഖബർ സിയാറത്ത് ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ പഠിച്ചോനെ നാളെ ഇവിടെ വന്ന് കിടക്കാനുള്ളല്ലേ, എനിക്ക് എന്തുണ്ടോ നാളെ പഠിച്ചോന്റെ അടുത്ത് ഈ ഖബറിൽ പോയി കിടക്കുമ്പോ സ്വസ്ഥായിട്ട് കിടക്കാൻ എൻ്റെ അടുത്ത് എന്തോ ഉണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വരും. അതന്നെ നമ്മളൊന്ന് പിടിച്ചു പോയി. പിന്നെ നമുക്ക് എന്തെങ്കിലും കിബറോ ഫഖറോ ഞാനൊക്കെ ഒരു എന്തൊക്കെ ഒരു സംഭവമാണെന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ വേഗം പോയി ഖബർ സിയാറത്ത് ചെയ്താൽ മതി. എത്ര വലിയ വലിയ സംഭവങ്ങളാണ് ആ ഖബർസ്ഥാനിൽ കിടക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് മയപ്പെടും, വിനയാന്വിതരാവും നമ്മൾ. ഖബർ സിയാറത്ത് എന്നുള്ളത് നമ്മുടെ ഗൗരവത്തിൽ കാണേണ്ട ഈമാനിക വിഷയം തന്നെയാണ് ഖബർ സന്ദർശിക്കുക. നമുക്കിപ്പോ നാട്ടിൽ പോവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ബഹ്റൈനിലാണെങ്കിൽ എല്ലായിടത്തും ഖബർ, അതിനിപ്പോ എല്ലാരെയും അറിയിച്ചു പോകണമെന്നില്ല. ഒരു സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എന്താക്കിയാൽ മതി, ഒരു മോർണിംഗ് വാക്കിൽ നേരെ ഖബറിന്റെ ആ ഖബർസ്ഥാൻ എടുത്തുകൂടി പോയാൽ മതി. എന്നിട്ട് സലാം പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എന്താക്കിയാൽ മതി, അവിടെ നിന്നിട്ട് പഠിച്ചോനെ ഒരു സലാം പറഞ്ഞതിന് ശേഷം ചിന്തിക്കണം. റസൂല ചിന്തിച്ച പോലെ ചിന്തിക്കണം, പഠിച്ചോനെ ഇവിടെ കിടക്കാനുള്ള ആളാണല്ലോ ഞാൻ, എന്തെങ്കിലും അടുത്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾ മരിക്കുന്നതിന് നമുക്ക് പേടി ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. സന്തോഷത്തോടെ, കാരണം സന്തോഷിക്കണം, മരിക്കുന്നതിൽ സന്തോഷിക്കണം എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ പറയുക, മരിച്ചു കഴിഞ്ഞാൽ അള്ളാനെ കാണാലോ എന്ന ചിന്തയിൽ നിന്നാണ്. പക്ഷെ അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയുക, നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്ന. ഇപ്പൊ ഞാൻ ആലോചിച്ചൊരു പോയിന്റാണ്, വ്യക്തിപരമായി ഞാൻ ആലോചിച്ചൊരു പോയിന്റാണ്. നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ കേട്ടു, മരിക്കുന്നതിൽ സന്തോഷം ഉണ്ടാവണം, കാരണം അള്ളാനെ കാണാലോ എന്ന രീതിയിൽ നമ്മൾ മരിക്കാൻ സന്തോഷിക്കണം നമ്മൾ ചിന്തിച്ചെന്ന് വിചാരിക്കുക. എന്ത് ധൈര്യത്തിൽ നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുക? എന്തുണ്ട് നമ്മുടെ അടുത്ത്? നമ്മൾ മരിക്കാൻ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഇപ്പൊ പഠിച്ചോനെ കാണുന്ന ഒരു ഉറപ്പുമാണല്ലോ. പഠിച്ചോനെ കാണുന്ന ഉറപ്പുണ്ടാവണമെങ്കിൽ മുഅ്മിനാവണം. ഖബറിൽ സ്വസ്ഥായിട്ട് കിടക്കണമെങ്കിൽ നമ്മുടെ കരങ്ങളിൽ അമൽ സ്വാലിഹാത്തുമാണല്ലോ. അപ്പൊ ഒരിക്കൽ മരിക്കാൻ തോന്നണമെങ്കിൽ പോലും ഇപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാര് വല്ലാതെ മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല, പക്ഷെ മരണത്തിൽ പേടി പാടില്ല. മരണം വരികയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ മരിക്കാൻ കഴിയണം. എത്ര പേർക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഇരിക്കുന്ന ആൾക്കാര് എത്ര പേർക്ക് സന്തോഷത്തോടെ മരിക്കാൻ കിടക്കാൻ പറ്റുമെന്ന് അല്ലാഹു അഅലം. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടി പോരും. അതൊക്കെ ഈ ചിന്തക്ക് നമുക്ക് വരണമെങ്കിൽ പഠിച്ചോനെ നാളെ അവിടെ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്തുണ്ട് എന്നൊരു ചിന്ത ഉണ്ടല്ലോ, വല്ലാത്തൊരു ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല ഡിപ്രഷനുകളും സ്ട്രെസ്സുകളും ആ ഖബർസ്ഥാൻ എടുത്ത് പോയാൽ തീരും. ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ബോസുമാരിൽ നിന്ന് ഒരുപാട് സ്ട്രെസ്സുകൾ നേരിടുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതേപോലെ തന്നെ കുടുംബപരമായി കൊണ്ട് ഒരുപാട് പ്രശ്നം നേരിടുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായി കൊണ്ട് ഒരുപാട് പ്രശ്നം നേരിടുന്ന ആളുകളുണ്ട്. ഏത് പ്രശ്നക്കാരായിക്കോട്ടെ ഖബർസ്ഥാനിന് മുന്നിൽ ഒരു 5 മിനിറ്റ് പോയി നോക്കി പല പ്രശ്നവും അവിടെ തീരും.
ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഖബർസ്ഥാനായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഠിച്ചോനെ, അഥവാ നമ്മുടെ പ്രശ്നം ഒന്നും അല്ലാണ്ടായി മാറും. പഠിച്ചോനെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ എന്താ വ്യക്തി ഒറ്റയ്ക്ക് പോയി കിടക്കാനുള്ള ഈ ഖബറിൽ എന്തുണ്ട് എന്റെ കൈകളിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈമാനികമായി വളർച്ച ഉണ്ടാവും എന്നും കൂടി നമ്മൾ ഓർമ്മിക്കുക. അവസാനമായിക്കൊണ്ട്, അഞ്ചാമതായിക്കൊണ്ട് പറയാനുള്ള പോയിന്റ് എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഖൗം നിങ്ങളിൽ ഉണ്ടായി വരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ ഒരു സംഘം ഉണ്ടായി വരട്ടെ. എങ്ങനെ? യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഖൗം ഉണ്ടായി വരട്ടെ. ആ ആയത്തിൽ നമ്മളിൽ എത്ര പേര് പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരു നന്മ നമ്മൾ കാരണം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു നന്മക്ക് വഴികാട്ടിയായാൽ, ദലീലായാൽ, വഴികാട്ടിയായി കഴിഞ്ഞാൽ അവൻ ചെയ്തതിന്റെ അതേ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ആയത്തിൽ കാണാം, ഏറ്റവും നല്ല വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അള്ളാഹിലേക്ക് ക്ഷണിക്കലാണ് ഏറ്റവും നല്ല വർത്തമാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഏറ്റവും ഉത്തമമായ സ്വഭാവമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും 10, 20, 40, 50 വർഷമൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നമ്മളിങ്ങനെ ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ആൾക്കാരുടെ ജീവിതത്തിൽ ആ ഒരു ലിസ്റ്റിൽ ഒരു 10 എണ്ണം നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. അഥവാ ഒരു ഹറാം കണ്ടിട്ട് പടച്ചോൻ ഇഷ്ടമില്ല എന്ന ഒറ്റ കാരണത്താൽ, അപ്പൊ നാട്ടുകാരോടൊന്നല്ല നമ്മൾ ഞാൻ നാട്ടുകാരോട് തിന്മ വിരോധിച്ചിട്ടുണ്ടോ എന്നല്ല ആദ്യം ചിന്തിക്കേണ്ടത്. ആദ്യം സ്വയം, പിന്നെ സ്വന്തം വീട്ടിൽ, സ്വന്തം കുടുംബത്തിൽ, പിന്നെ അയൽപ്പക്കത്ത്, പിന്നെ നാട്ടുകാരോട്. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന ഒരു കാരണത്താൽ നമ്മൾ വീട്ടിലെ എന്തെങ്കിലും ഒരു തിന്മ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ട് ആരോടെങ്കിലും ഇത് പഠിച്ചോനെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നീ ചെയ്യരുത് എന്ന് തിന്മ തടഞ്ഞ ഒരു ചരിത്രം നമുക്ക് ഉണ്ടായപ്പോൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. മോനോട് പറയാം, മോനെ ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട, ഇന്ന കാര്യം ചെയ്യണ്ട, അത് നമുക്ക് പഠിച്ചോന് ഇഷ്ടമില്ല എന്ന് നമുക്ക് സ്വന്തം മോനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. അല്ലെങ്കിലോ അമ്റും ബിൽ മഅറൂഫ്, തിന്മ വിരോധിച്ചാൽ മാത്രം പോരാ, നന്മ കൽപ്പിക്കണം. ഇന്ന സ്ഥലത്തേക്ക് പോകണട്ടോ മോനെ, അല്ലെ ഇന്ന കാര്യം ചെയ്യണട്ടോ എന്ന് സ്വന്തം ഉമ്മാനോട്, അല്ലെങ്കിൽ കുടുംബക്കാരോട്, കൂട്ടുകാരോട് ഒരു നന്മ കൽപ്പിക്കുന്ന ഒരാൾ. നമ്മളെ പച്ച മലയാളത്തിൽ ആളുകളൊക്കെ കളിയാക്കുന്ന ഒരു വാക്കാണ് ഉപദേശി. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു ഉപദേശിയായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക. ബാക്കി എല്ലാ വിഷയത്തിലും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മളിൽ അധിക പേർക്കും ഇല്ലാതെ പോകുന്ന ഒരു സ്വഭാവമാണ് നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കുക. അതിന് നന്മ ഏതാണ്, തിന്മ ഏതാണ് നമ്മൾ പഠിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പ്രചാരകനാവാൻ നമ്മൾ സ്വയം സന്നദ്ധരാവണം. നന്മ അത് നമുക്ക് അറിയുന്ന നന്മ ആണെങ്കിൽ, അറിയാത്തൊന്നും പറയണ്ട, അറിയുന്ന ഒരു 5 ഉണ്ടാവല്ലോ, ഒരു 10 ഉണ്ടാവല്ലോ. അതിപ്പോ വലിയ നന്മ ആവണമെന്നില്ല, നമുക്ക് ചെറിയ ഒരാൾക്ക് ഇതേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ, പുഞ്ചിരിച്ചോട്ടോ, അതിന് കുറെ കൂലി ഇട്ടിട്ടോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന ഒറ്റ ഹദീസ് അറിഞ്ഞാൽ മതി. അത് പറഞ്ഞു കൊടുത്താൽ ആ കൂലി നമുക്ക് കിട്ടി. അല്ലെങ്കിൽ ഒരു തിന്മ, ഒരു തെറ്റായ സ്ഥലത്തേക്ക് നോക്കരുത് എന്നൊരു അറിവ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ പോരെ നമുക്ക്. അപ്പൊ കുറെ ആൾക്കാരൊന്നും പറഞ്ഞു കൊടുക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ അല്ലെ നമുക്ക് പരിചയമുള്ള, നമുക്ക് അധികാരമുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്, അവിടെ തന്നെ പറഞ്ഞു കൊടുത്താൽ എത്ര പറയാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാകും. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നതിന്റെ കൂലിയും, ഹജ്ജ് ചെയ്യുന്നതിന്റെ കൂലിയും, ദിക്ർ ചെയ്യുന്നതിന്റെ കൂലിയും, ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നതിന്റെ കൂലിയൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് പോകും, ആയിഷ ബീവിന്റെ ഖബറിലേക്ക് പോകും, ഇമാം ബുഖാരിന്റെ ഖബറിലേക്ക് പോകും, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിലേക്ക് പോകും. ഇവിടൊക്കെ ഖബറിൽ പോകുന്നു. എന്താ കാരണം? 1000, 1400 വർഷം മുമ്പ് ജീവിച്ചു മരിച്ചുപോയ അവരുടെ ഖബറിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ നന്മയുടെ പ്രതിഫലം പോകുന്നു പറഞ്ഞാൽ എങ്ങനെയാണ് നേടിയെന്ന് വെച്ചാൽ നന്മ കൽപ്പിച്ചത് കൊണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ തിന്മ വിരോധിച്ചത് കൊണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ പ്രസംഗിക്കാനൊന്നും കൈവുണ്ടായെന്ന് വരില്ല, പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പ്രസംഗിക്കണമെന്നും അല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓരോരുത്തർക്കും അവരുടെ കഴിവിൽപ്പെട്ട ഓരോ സ്കില്ലുകൾ ഉണ്ടാവും. ഇസ്ലാമിന് വേണ്ടി നമുക്ക് ചെലവാക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഉണ്ടാവും. അതെന്താണോ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മിമ്പർമേൽ ഒന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും രീതിയിലൊക്കെ നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? നന്മ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിവില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട്
അവിടെ ഒരു 5 ആൾക്കാരെ കൂട്ടിയിരുത്താനോ അല്ലെങ്കിൽ അറിവുള്ള ഒരാള് ആ സദസ്സിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയൂല. അങ്ങനെ തുടങ്ങി നമുക്കുള്ള എന്തെങ്കിലും സ്കില്ല് ഉപയോഗിച്ചിട്ട് ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യാം. ഇസ്ലാമിന് നമുക്കുള്ള എന്തെങ്കിലും സ്കില്ല് വെച്ചിട്ട് നമ്മൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നന്മയിലേക്ക് ആളെ കൂട്ടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ കാരണം ഒരാള് നന്മയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന തുടുത്ത ഒട്ടക നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഹൈറാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചുവന്ന തുടുത്ത ഒട്ടകം എന്ന് പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മുടെ കണക്ക് പ്രകാരം ഒരു റോൾസ് റോയ്സും ഒരു പോർഷൊക്കെ വാങ്ങുന്ന പോലെ, ഒരു മുന്തിയ ആഡംബര കാറ് വാങ്ങുന്നത് പോലെ, അത് കിട്ടുന്നതിനേക്കാൾ നിനക്കുത്തമം ഒരാള് നീ കാരണം നന്മയിലാവുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മുടെ ശരിക്കും ചില വിഷയത്തിൽ നമ്മൾ സ്വാർത്ഥരാവണം. എങ്ങനെ പരമാവധി കൂലി ഉണ്ടാക്കുക എന്നുള്ള വിഷയത്തിലൊക്കെ നമ്മൾ കുറച്ചെന്താ ചിന്തിക്കണം. ഇപ്പൊ ഉദാഹരണം നമ്മൾ ഒരു 5 മിനിറ്റ് ഒഴിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് കുറച്ച് പ്രതിഫലം ഉണ്ടാക്കാം എന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് വഴി വരും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടില് മക്കൾ വഴി നമുക്ക് ഒരുപാട് കൂലി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ മക്കൾ എന്ത് പഠിപ്പിച്ചെടുത്താലും പിന്നെ വലുതാകുമ്പോൾ വലുതാ ചെയ്യാം. ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ ഉദാഹരണത്തിന് മക്കളെ ഇടത് കൈ കൊണ്ടാണ് ഇപ്പൊ ഭൂരിഭാഗം മക്കൾ വെള്ളം കുടിക്കുകയെങ്കിൽ നമ്മൾ സ്വന്തം മോട് പറയാം അവരെ വലത് കൈ കൊണ്ട് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മോൻ പിന്നെ വലത് കൈ കൊണ്ടാണ് ചെറുപ്പത്തിൽ കുടിച്ച് ശീലിച്ചതെങ്കിൽ പിന്നെ വലുതാവുമ്പോൾ അത് തന്നെ കുടിക്കുള്ളൂ. പിന്നെ 60 വർഷം വരെ ഓൻ ജീവിച്ചാലും ആ കൂലി മൊത്തം ബാപ്പാക്കാവോ? ആലോചിച്ചോ. മക്കളെ വൈശേരിക്കലും ബാപ്പാക്ക് കുറെ കൂലി ഉണ്ടാക്കാം. ഒന്നും വേണ്ട, ഇവിടുത്തെ ബാപ്പമാരൊക്കെ മക്കളെ മദ്രസയിൽ പറഞ്ഞേക്കുന്ന എത്ര ഭാഗ്യവാന്മാരാ. ആ മക്കളെ നിങ്ങളൊന്നുമല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്, പക്ഷെ നിങ്ങൾ കാരണക്കാരാണ്. നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഈ മദ്രസയിൽ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും എത്ര കൂലിയാണ്. അങ്ങനെ മക്കളുമായി പരമാവധി നമുക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ടാക്കാൻ പറ്റും. മക്കൾ ഒരു 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂലി വാപ്പാക്ക് പോകും. മകള് ഒരു 10 ആയത്ത് പഠിച്ചാൽ ആ കൂലി വാപ്പാക്ക് പോകും, ഉമ്മാക്ക് പോകും എന്നുള്ളതാണ്. ഓര് പഠിപ്പിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ പരമാവധി ഇങ്ങനെയുള്ള ഉദാഹരണത്തിന് വീട്ടിൽ നമ്മൾ ഒരു നിസ്കാരം കഴിയുമ്പോൾ നമ്മളൊക്കെ ഭാര്യനെയും മക്കളൊക്കെ വിളിച്ചിരുത്തിന് ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക. ആ ദിക്ർ കാലങ്ങളോ അവർ ചെയ്യുന്ന അത്രയും കാലം ഒന്നും വേണ്ട. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്വാമനി ഹാദ അത്വാമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറയണം. എല്ലാം ഒന്നും വേണ്ട. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെ പുതു വസ്ത്രം ധരിച്ച ഒരാളെ കാണുമ്പോൾ ഇൽബസ് ജദീദ വഇശ് ഹമീദ വമുത് ഷഹീദ എന്നീ 3 വാചകം പറയണം. അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് പഠിക്കാനും സുഖമാണ്. പിന്നെ അത് എത്ര കാലം നമ്മുടെ ഭാര്യമാരും മക്കളും എല്ലാവരും പറഞ്ഞാൽ ശീലിച്ചോ അതിലേക്ക് കൂലം കിട്ടൂല. അപ്പൊ നമുക്ക് ഈ ഞാൻ നന്മ പറഞ്ഞ ഓനെന്ത് വിചാരിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കല്, അല്ലെ തിന്മ വിരോധിച്ചാൽ ഓനെന്ത് ചിന്തിക്കുന്നല്ല നമ്മൾ വിചാരിക്കല്. ഇതൊക്കെ പറഞ്ഞെടുത്ത് ആരും ചിന്തിക്കൂല. ഇപ്പൊ ഒരു വസ്ത്രം ധരിക്കുമ്പോ ഈ പ്രാർത്ഥന ചൊല്ലിക്കോ, ഇതൊരു നന്മ കൽപ്പിക്കലാണ്. അങ്ങനെ പറഞ്ഞാൽ ആരും ഒന്നും വിചാരിക്കൂല. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു മടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും വിധേനെ കുറെ മീസാനിൽ കനം തൂക്കാൻ കുറെ വകുപ്പുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ സ്വസ്ഥമായിക്കൊണ്ട് റാഹത്തായിക്കൊണ്ട് കിടക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ അമൽ സ്വാലിഹാത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറിലെ വെളിച്ചമാക്കിക്കൊണ്ട് നൂറാക്കി പ്രകാശമാക്കി മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നന്മയുടെ വാഹകരായിക്കൊണ്ട് മരണം വരെ ശക്തിയുക്തം നന്മ കൽപ്പിക്കുന്ന ഇസ്ലാമിന്റെ വാഹകരായിക്കൊണ്ട് മാറാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച ഇൽമ് അമലാക്കാൻ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمسلمين والمسلمات، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب صرف قلوبنا على طاعتك، اللهم ازدد ايماننا والتقوى والعفاف والغنى يا رب العالمين. ربنا آت نفوسنا تقواها وزكها وأنت خير من زكاها، اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمسلمين والمسلمات، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.